ബിജുവിന്റെ കാര്യത്തിന്റെ എന്താ കിടപ്പ് വെച്ചാൽ അറിയത്തില്ല. ഇവിടെ ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തിന് നമ്മൾ അധിനിവേശം നടത്തിയതാണെന്ന് പോലും പുള്ളിക്കാരൻ അറിയാൻ പറ്റത്തില്ല. ആദ്യം നിങ്ങൾ കാണുന്നത് ഈ പലസ്തീനികൾ 7-ാം തീയതി നടത്തിയ ആക്രമണമാണ് അതുകൊണ്ടാണ് തിരിച്ചടിച്ചതെന്ന് പറഞ്ഞത്. ഇവിടെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് ഭീകര രാഷ്ട്രം പലസ്തീനികൾക്ക് മുകളിൽ നടത്തിയ അധിനിവേശമാണ്. ഈ അധിനിവേശത്തിന്റെ പ്രശ്നം അറിയാം, ഒരു രാഷ്ട്രം അധിനിവേശം നടത്തി കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർക്ക് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. അത് നിയമപരമായിട്ട് ഉള്ളതാണ്. നമ്മൾ ആരെങ്കിലും കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അവരെ ആക്രമിക്കാനും നമുക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാനുമുള്ള അവകാശമുണ്ട്. അത് അറിയാത്ത ആൾക്കാരാണോ ഇവിടെ ഇരിക്കുന്നത് എനിക്കറിയത്തില്ല. അങ്ങനത്തെ ഒരു നിയമമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലസ്തീൻ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് പോരാടുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്നത് അധിനിവേശക്കാരാണ്. അവര് മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് കുടിയേറി പാർത്ത ആൾക്കാരാണ്. അവിടെ ഉള്ള ആകെ ഉള്ളത് അറബികളായ ഏകദേശം 9% യഹൂദന്മാരാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരവിടെ ആക്രമണം നടത്തി. ഇന്ന് ഇവര് ഉദ്ദേശിച്ച രീതിയിൽ ഒരു പ്ലാൻ ചെയ്യാതെ, അതായത് 7-ാം തീയതി അറ്റാക്ക് നടന്നതിന് ശേഷം ഇവർ പാനിക് ആവുകയാണ്. ഇസ്രായേൽ എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. അതുകൊണ്ടാണ് അവർ ആദ്യം പറഞ്ഞത്, അവർ 3 കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഒന്ന് ബന്ദിമോചനം, ഒന്ന് ഹമാസിനെ ആളില്ലാത്ത ഉറപ്പാക്കി മാറ്റുക, ഒന്ന് ഹമാസിനെ കംപ്ലീറ്റ് പലസ്തീൻ ഗസയെ ആളില്ലാത്ത ഉറപ്പാക്കി മാറ്റുക, ഒന്ന് ഹമാസിനെ കംപ്ലീറ്റ് ഇല്ലാതാക്കുക. ഈ 3 സാധനമാണ്. ഈ 3ഉം അവർക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. എന്ന സംഭവം അവർ കുറെ ബിൽഡിംഗ് തകർത്തിട്ടുണ്ട്. ഏകദേശം 2 ലക്ഷത്തോളം ബിൽഡിങ്ങുകൾ അവർ തകർത്തിട്ടുണ്ട്. അത് നടക്കുന്ന കാര്യമാണ്. ഇങ്ങനെ മുകളിൽ കൊണ്ടുപോയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ബിൽഡിങ്ങുകൾ തകർത്തരിപ്പടായി പോകും. 10-18 ആളുകളെ കൊന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഇപ്പോഴും ഹമാസിനെയോ അല്ലെങ്കിൽ ബന്ദികളെയോ അവർക്ക് ഇതാക്കാൻ പറ്റിയിട്ടില്ല. അവര് ഈ ബന്ദികളെ മോചിപ്പിച്ചത് എങ്ങനെയാണ്? ഈ 50 പേരുടെ ബന്ദികൾ എങ്ങനെയാണ് മോചിപ്പിച്ചത്? ചർച്ചയിലൂടെയാണ്. ഹമാസ് വളരെ പ്ലാനായിട്ട് ചെയ്ത ചർച്ച. അപ്പൊ ഈ പറയുന്ന ഭാര്യ ഭർത്താക്കന്മാരെ പിടിച്ചുകൊണ്ട് കഴിച്ച് ഭാര്യ റിലീസ് ചെയ്യാണ്, സ്ത്രീകളെ മൊത്തം റിലീസ് ചെയ്തിട്ട് പുരുഷന്മാരെ അവിടെ വെക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അത് കൂടുതൽ ഇസ്രായേൽ പ്രതിരോധത്തിലാകാണ്. അവിടുത്തെ പാർലമെന്റ് തന്നെ പറഞ്ഞ് സ്ഥിരീകരിച്ച കേസാണ്. ഇത്രത്തോളം ആളുകൾ അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ട്, കാഴ്ച നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, അവർക്ക് മറ്റു പ്രശ്നങ്ങളുണ്ട്. അവരുടെ ഈ പറയുന്ന ഈ IDFന്റെ തലവനെ തന്നെ തട്ടിക്കളഞ്ഞിട്ടുണ്ട്. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പറയട്ടെ, ഒരു മിനിറ്റ്. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു അധിനിവേശ രാജ്യമാണ്. പലസ്തീൻ എന്ന് പറയുന്നത് അവിടെ ഉള്ള സ്വദേശികളാണ്. അതായത് ഇപ്പൊ നിലവിലുള്ള 1948 മെയ് 14 പലസ്തീൻ പറഞ്ഞ അവസാനിപ്പിക്കുക ചക്കര. ഈ അവിടെ നടന്ന ഈ പറയുന്ന കുട്ടികളെ ആക്രമിച്ചു, അവിടെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നതിനുള്ള സകല തെളിവ് ചോദിക്കുകയാണ്. ഈ IDF എന്താ ചെയ്യുന്നത്? കേറുന്നത് കക്കാണ്. അവിടുന്ന് കട്ടിട്ട് മാലകളെ കട്ടിട്ട് പറയാണ്, ഇതാ അവന്റെ പ്രണയിനോട് പറയാണ്, ഇതാ അതിലേക്ക് ഞാൻ മെയ്ഡ് ഇൻ ഗസയിൽ നിന്നും ഒരു സാധനം കൊണ്ടുവരുന്നു. അവിടെ ഈ പറയുന്ന അറബികൾ ഉപയോഗിക്കുന്ന സ്വർണ്ണങ്ങൾ കട്ടുകൊണ്ടുപോവുകയാണ്. കള്ളന്മാരായി മാറിയിരിക്കുകയാണ്. കള്ളന്മാര് കൊള്ളക്കാരായിട്ട്. ഇതൊക്കെ യൂട്യൂബിലൂടെയും ടിക്ടോക്കിലൂടെയും പുറമെ അറിയപ്പെടുകയാണ്. സത്യത്തിന് നാണം കെട്ടാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേല് ഇനി അങ്ങോട്ട് മാന്യത പുലർത്തി ജീവിക്കുകയാണെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാം. അല്ലെ ലോകം അവരെ ഒരു മിനിറ്റ് ബായ് ബിജുവിനോട് ദിനേശാസിനെ പറയാൻ പറ്റും. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അത് എനിക്ക് പറയാനുള്ളത്. ഈ മാല കട്ടുകൊണ്ടിട്ട് വേണല്ലോ ഇസ്രായേലികൾക്ക് അപ്പുറം പോയി ജീവിക്കാൻ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മാല കട്ടോണ്ട് വന്നു, ബിസ്ക്കറ്റ് കട്ടോണ്ട് വന്നു. എനിക്കൊരു അവസരം കൂടെ തരണേ. ഇനി കൗണ്ടർ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ കൗണ്ടർ ഒരു 30 സെക്കൻഡിൽ കൂടണ്ടോ? മറ്റുള്ളവരിൽ പോണം. ദേവേട്ട ഇങ്ങനെ മാത്യൊക്കെ വരാണ്ട്. ഒരു കൗണ്ടർ ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഈ ഇസ്രായേലുകാർ കൊടുത്തത് നിങ്ങൾ പേടിച്ചോടിയെന്ന് പറഞ്ഞത്. നിങ്ങൾ പേടിച്ചോടിയല്ലോ ഇവിടുന്ന് തലോടി ഓരോ ഓടലുമില്ല മോനെ. നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ അന്നുണ്ട്, ഇന്നുണ്ട്, എന്നുണ്ട്. എന്താ സംഭവം അറിയോ? വിളിച്ച് വീട്ടിൽ കയറ്റി ഇരുത്തി ചോറും കൊടുത്ത് ഭക്ഷണം കൊടുത്ത് വെള്ളവും കൊടുത്ത് എന്താ പറയുന്നത് വെളിച്ചവും കൊടുത്ത് പരിപാലിച്ചുള്ള മറുപടിയാണ് ഈ തെണ്ടികൾ അവിടെ കയറി കാണിച്ചത്. അവന്റെ ഒക്കെ വീട്ടിൽ കയറിയിട്ട് അവന്റെ ഒക്കെ പെണ്ണുങ്ങളെ മക്കളെ അടിച്ചു ഒന്ന് ചൂട്ട് കൊന്നിട്ട് പോകുന്നത് ഇവനൊക്കെയാണോ ന്യായീകരിക്കാൻ നിൽക്കുന്നത്? എന്റെ മനുഷ്യർക്ക് വേറെ വല്ല പണിയില്ലല്ലോ. നമ്മൾ ജനാധിപത്യല്ലേ, ജനാധിപത്യ ഇന്ത്യ അല്ലേ? ആരിടപെട്ടില്ല. ഇടപെട്ട ആൾക്കാരൊക്കെ മ്യൂട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തലോടി മാന്യത കാണിക്കും. ഇത് സുപ്രഭാതന്റെ റൂം. അവിടെ ധൈര്യമായിട്ട് ഇസ്രായേലിന്റെ ചരിത്രമാണ് നിങ്ങൾ ഖുറാൻ എടുത്തിട്ട് ആദ്യം വായിച്ചു നോക്കുക. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ലോകാരംഭമുള്ള രാജ്യം അറിയോ?
അവരെ ഏതായാലും അവരെ നിന്നിട്ട് ഓടിച്ച് ഇനി നാട് ഞാൻ കടത്തി പിടിച്ച് താവിടും. ലോകം മുഴുവൻ അതാണ് ഇനി ഞാൻ ചെതറിച്ചതാ. പിടിച്ച് താവിട്ടിടൂ. ഇനി ഞാൻ പിടിച്ച് താവിട്ടിടും ഒരു തരം. ഇനി ഞാൻ നിർത്ത് പിടിച്ച് താവിട്ടിടും ഈ 2 തരം. ഇസ്രായേലിന്റെ ഇനി ഞാൻ ശബ്ദം പിടിച്ച് കേട്ടിട്ട് മടുത്തു. താവിട്ടിടും 3 തരം. മനസ്സിലായോ? ഇനി പിടിച്ച് താവിട്ടിടും തന്നെ താവിട്ടിട്ടിരിക്കും. എനിക്കിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ ചർച്ച കൺട്രോൾ ചെയ്യാൻ. അതെ അതെ, ഞാൻ അവസാനിപ്പിച്ചു. അതായത് നിങ്ങൾ ആദ്യം ചരിത്രം ഒന്ന് പഠിക്കുക. ലോകാരംഭം മുതലുള്ള രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ. ആ ഇസ്രായേലിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സഹിച്ചും ക്ഷമിച്ചും മാത്രം നിന്നുകൊണ്ടാണ് ഈ ലോകം മുഴുവൻ ചെതറിക്കപ്പെട്ടത്. അങ്ങനെയാണ് അവർ ഇന്ത്യയിൽ വന്നത്, കേരളത്തിൽ വന്നത്, കൊച്ചിയിൽ വന്നത്. അല്ലെങ്കിൽ അവരുടെ രാജ്യമായിട്ട് അവർ തന്നെ അവർ രണ്ടാമത് അവിടെ തിരിച്ചു ചെന്നതിന് ശേഷം വില കൊടുത്ത് വാങ്ങിച്ചെടുത്ത സ്ഥലം. അവിടെ അവരെന്ത് ചെയ്തു? വെറും മരുഭൂമി, പൊട്ട മരുഭൂമിയിൽ പണിയെടുത്താണ് ഇന്ന് എന്ത് പറയുന്നത് ഈ തേനും പാലും ഒഴുകുന്ന ഒരു ദേശമാക്കി എടുത്തേക്ക്. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ശത്രുക്കളായ ഈ ആൾക്കാരെ മുഴുവൻ വിളിച്ചു കൂട്ടി അവരുടെ നല്ല മനസാക്ഷിയും നല്ല മനസ്ഥിതിയും കൊണ്ട് അവർക്ക് ജോലിയും കാര്യങ്ങളും എല്ലാം കൊടുത്ത് അവരെ സംരക്ഷിച്ച് ഈ ഒരു നിരയിലാക്കി എടുത്ത് അവർക്ക് ഒറ്റ കാര്യമുള്ളൂ, ഗ്രന്ഥം പറയുന്നതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ശത്രുക്കളായി കണ്ടിട്ട് ചെയ്യുന്ന പണിയാണ് ഇത് മുഴുവൻ. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ പാലസ്തീൻകാർ മാത്രം ഇവരുമായിട്ട് ശത്രുവായിട്ട് നിന്നാൽ പോരെ? ഈ എന്താ പറയുന്നത്, ഇവിടെ കിടക്കുന്ന ഖത്തറിനും ഇവിടെ കിടക്കുന്ന ഈ സൗദി അറേബ്യയ്ക്കും അല്ലെങ്കിൽ വല്ലയിടത്ത് കിടക്കുന്നവരൊക്കെ എന്താ ഇവരോട് ഇത്ര കഴപ്പ്? വേറെ ആർക്കും കഴപ്പില്ല. ഇവിടെ പിന്നെ ഇന്ത്യക്കാർക്ക് ആർക്കെങ്കിലും ഇവരോടുണ്ടോ? ഇവരോട് ആരോടും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇത് വേറൊന്നുമല്ല, ഇത് മതപരമായ ഒറ്റ കാര്യമാണ്. ഈ മതപരമായ കാര്യത്തിൽ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ക്രിസ്ത്യാനികളും യഹൂദരും നിങ്ങളുടെ ശത്രുക്കളാണ്, അവരെ കണ്ടെടുത്ത്. ഞാൻ രാജ ആമുഖ്യം ഞാൻ പറയും. രാജ കുറെ നേരം എന്തോ പറയാൻ രാജ കമ്മ്യൂണിസ്റ്റാരന് വേണ്ടി ഇന്ന് കോൺഗ്രസ്സുകാരൻ ഇവിടുന്ന് കൊച്ചുമുണ്ടാക്കുന്നത് ഞാൻ കൊടുത്തോണ്ട്. രാജ മൈക്ക് ബ്ലിങ്ക് ഞാൻ കാണും, ഞാൻ കൊടുത്തോണ്ട്. തലോടിക്കുന്ന നാസർബായിനെ പേടിയുണ്ടോ? എനിക്ക് ഒരു നാസർബായി സംസാരിക്കാൻ രാജക്ക് കൊടുക്കുന്നു. മൂട്ട് വെയിറ്റ് ചെയ്യോ അവിടേക്ക്? ഒറ്റ മിനിറ്റ് സന്തോഷം ഒന്ന് മൈക്കൊന്നും. ഓക്കെ 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 ഓക്കെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ റസൂലിൻ നബിയിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അതായത് ഇപ്പൊ തലോടിയോടല്ല ആട്ടെ ഞാൻ പറഞ്ഞ ഇസ്ലാമിസ്റ്റുകളോടാട്ടെ. തലോടി എന്ന് പറയുന്നത് തലോടി ഇവിടെ ഇസ്ലാമിസ്റ്റിന്റെ ഒരു പ്രതിനിധിയായിട്ട് ഈ സ്പീക്കേഴ്സ് പാനലിൽ ഉള്ളതുകൊണ്ട് എന്റെ വാക്കുകളുടെ ഇടയ്ക്ക് തലോടി എന്ന് പറയും. ഞാൻ തലോടിയോടല്ല പറയുന്നത്, തലോടി എന്ന വ്യക്തിയോടല്ല. തലോടിയെ പോലെ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്ന എല്ലാ ഇസ്ലാമിസ്റ്റുകളോടും കൂടിയാണ് എന്റെ ഈ പ്രഭാഷണം. അല്ലാതെ തലോടി എന്ന് പറയുന്ന ഒരു വ്യക്തിയോടാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അതായത് ഇപ്പൊ അദ്ദേഹം കുറെ ഇസ്രയേലികളുടെ ക്രൂരതകളെ കുറിച്ചും പാലസ്തീനികളുടെ മഹത്വങ്ങളെ കുറിച്ചും ഇവിടെ ഒരുപാട് പ്രതിപാദിക്കുന്നുണ്ട്. ഇത് മുഹമ്മദ് നേരത്തെ കണ്ടായിരുന്നു. ഈ തലോടിയെ പോലുള്ള ഇസ്ലാമിസ്റ്റുകളുടെ ഭാവനകൾ മുഹമ്മദ് നേരത്തെ കണ്ടു. അതായത് വർഷം 1400 കൊല്ലം മുമ്പ് തന്നെ മുഹമ്മദ് കണ്ടു. അതുകൊണ്ടാണ് മുഹമ്മദ് ഖുർആനിൽ എഴുതി വെച്ചത് 3 ആലു ഇമ്രാൻ 67 വാക്യത്തിൽ എഴുതി വെച്ചു, മാക്കാന ഇബ്രാഹിമ യഹൂദിയം വനസറാണിയൻ വലക്കിൻ കാന ഹനീഫൻ മുസ്ലിമൻ ഉമാക്കാന മിനൽ മുശ്രിക്കീൻ എന്ന്. അതിന്റെ അർത്ഥം ഇബ്രാഹിമാണ് യഹൂദന്മാരുടെ ആദ്യ ഈ തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് ഇബ്രാഹിം. അബ്രഹാം, നിങ്ങൾക്ക് ബൈബിൾ വായിച്ചാൽ മനസ്സിലായി. അബ്രഹാം പ്രവാചകനിൽ നിന്നുമാണ് വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള ആദ്യ പുറപ്പാട് തുടങ്ങുന്നത്. ഈ വാഗ്ദത്ത ഭൂമി എന്ന് പറയും ഇസ്രായേലിലേക്കുള്ള പുറപ്പാട് ആരംഭിക്കുന്ന അബ്രഹാമിന്റെ പിതാവായ തേരഹിൽ നിന്നുമാണ്. തേരഹ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നുമാണ്. ഇത് ഖുർആനിൽ പറയുന്ന ആസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയാണ് കേട്ടോ. അതാണ് പിന്നെ ഖുർആനെ പറ്റി മണ്ടത്തരം. ഇബ്രാഹിമിന്റെ പിതാവ് തേരഹ് എന്നാണ് ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ തേരഹിൽ നിന്നുമാണ് വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള ആദ്യ പുറപ്പാട്, അതായത് അങ്ങോട്ടുള്ള പുറപ്പാട്, ആദ്യ പിന്നെ ഈ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് അബ്രഹാമിന്റെ പിതാവിൽ നിന്നുമാണ്. അപ്പൊ അവിടെ നിന്നും തുടങ്ങണം. അവിടെ നിന്ന് ഇപ്പൊ ഈ അബ്രഹാം മുസ്ലിം അല്ല യഹൂദനാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ഈ അബ്രഹാമിലേക്ക് മുസ്ലിമീങ്ങൾ പ്രയാണം ചെയ്യും. മുസ്ലിമീങ്ങൾ അബ്രഹാമിന്റെ ചരിത്രവും പിതൃത്വവും അന്വേഷിച്ചു പോകുമെന്ന് മുഹമ്മദിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് മുഹമ്മദ് ഖുർആനിൽ കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചത് 3:67 മാക്കാന ഇബ്രാഹിമ യഹൂദിയൻ വനസറാണിയൻ വലക്കിൻ കാന ഹനീഫൻ മുസ്ലിമൻ ഒമാക്കാന മിനൽ മുശ്രിക്കീൻ എന്ന്. അതായത് അതിന്റെ അർത്ഥം ഇബ്രാഹിം യഹൂദനോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല, അവൻ ശുദ്ധമനസ്കനായ മുസ്ലിം ആയിരുന്നു, അവൻ ബഹുദൈവ വിശ്വാസിയിൽപ്പെട്ടവനുമായിരുന്നില്ല. കണ്ടോ എന്ത് ക്ലിയർ ആയിരുന്നു നോക്കിയ മുഹമ്മദിന്റെ തല. മുഹമ്മദ് എന്തൊരു വലിയൊരു തലയുള്ള ആളായിരുന്നു നിങ്ങൾ ഓർത്തു നോക്കിയേ. അതിനു മുമ്പ് എഴുതി വെച്ചു യഹൂദനും ക്രിസ്ത്യാനിയും മിത്രമാക്കരുത്, ഒക്കെ നമുക്കറിയാവുന്ന ആയത്തുകൾ. ഇത് നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ആയത്തുകൊണ്ടാണ് ഞാൻ ആ ആയത്തും കൂടെ ഇവിടെ വിളംബരം ചെയ്തത്. അതായത് ഇബ്രാഹിം മുസ്ലിം ആയിരുന്നു എന്ന് മുസ്ലിമീങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. അതായത് മുഹമ്മദിന്റെ അനുയായികളോട് മുഹമ്മദ് പറയാണ് ഇബ്രാഹിം മുസ്ലിം ആയിരുന്നു കേട്ടോ, ഇബ്രാഹിം ഒരിക്കലും ജൂതം പറയുന്ന യഹൂദനായിരുന്നില്ല, ക്രിസ്ത്യാനി പറയുന്ന പോലെ അവരുടെ പിന്നെ യഹൂദനോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല, ഇത് മുസ്ലിം തന്നെയായിരുന്നു, ശുദ്ധമനസ്കനായ മുസ്ലിം എന്ന് ക്ലിയർ ആയിട്ട്. ഹനീഫൻ മുസ്ലിം എന്ന് പറഞ്ഞ ശുദ്ധമനസ്കനായ മുസ്ലിം എന്നാണ്. ശുദ്ധമനസ്കനായ മുസ്ലിം ആയിരുന്നു, അവൻ ബഹുദൈവ വിശ്വാസിയിൽപ്പെട്ടവനും ആയിരുന്നില്ല. വലക്കിൻ ഒമാക്കാന മിനൽ മുശ്രിക്കീൻ എന്നും കൂടെ പറയുന്നത്. കാരണം ഖുറൈശികൾ ബഹുദൈവ വിശ്വാസികളായിരുന്നു. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് അവൻ ബഹുദൈവ വിശ്വാസിയിൽപ്പെട്ടവനുമായിരുന്നില്ല, മുസ്ലിം ആയിരുന്നു. ആരാണ് പറഞ്ഞതെന്നും കൂടി ഓർക്കണം. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു ഈ ലോകത്തെ
ഒരു പുഴുവിനെയും മനുഷ്യനെയും യഹൂദിനെയും ക്രിസ്ത്യാനിയെയും നസ്രാണിയെയും എല്ലാവരെയും ജൂതനെയും എല്ലാം സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവായ അള്ള പറയുകയാണ് ഇബ്രാഹിം മുസ്ലിം ആയിരുന്നു കേട്ടോ, അവൻ യഹൂദനെയും ക്രിസ്ത്യാനിയും ബൗദ്ധ വിശ്വാസിയുമായിരുന്നില്ല. ഈ യഹൂദനെയും ക്രിസ്ത്യാനിയും ബൗദ്ധ വിശ്വാസിയും സൃഷ്ടിച്ചാരാണ്? അള്ളാഹു. മനസ്സിലാക്കണം. അപ്പൊ ഞാനിത് വിളിച്ചു പറയാനുള്ള കാരണം ഈ അള്ളാഹു എന്ന് പറയുന്ന മുഹമ്മദിന്റെ സൃഷ്ടിയാണ്, മുഹമ്മദ് ഉണ്ടാക്കിയ ദൈവമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. ഒരു ദൈവം ഇങ്ങനെ പറയുമോ? നിങ്ങൾ ചിന്തിക്കണം. 3:67 അധ്യായം 3 67 വാക്യം നിങ്ങൾ പോയി നോക്കണം. ഒരു ദൈവത്തിന് അങ്ങനെ പറയാൻ പറ്റുമോ? ഇബ്രാഹിം മുസ്ലിം, യഹൂദനും അല്ല ക്രിസ്ത്യാനിയും അല്ല ഒരു വിശ്വാസിയും അല്ല, അവൻ മുസ്ലിമാണ്. അവൻ മുസ്ലിമാണെന്ന് ഒരു ചിരിക്കാതിരിക്കുന്ന എങ്ങനെ ഒരു ദൈവം പറയുമോ? അപ്പൊ ആ ദൈവത്തിന്റെ അല്പജ്ഞാനം അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ അല്പത്വം എത്രമാത്രം ഉണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അപ്പൊ ഇനി ഇസ്രായേലിന്റെ കാര്യത്തിലേക്ക് വരാം. അതായത് ഇപ്പം തലോടി പറഞ്ഞു ഇസ്രായേലിന് 2 രാഷ്ട്രങ്ങളായിട്ട് രൂപീകരിച്ചാൽ മാത്രമേ ഉള്ളൂ അവർക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ, ഇസ്രായേലിന് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇത് എല്ലാ ഇസ്ലാമിസ്റ്റുകളും പറയുന്ന MM അക്ബർ മുതൽ തലോടി വരെയുള്ള എല്ലാ ഇസ്ലാമിസ്റ്റുകളുടെയും വാക്യം തന്നെയാണ്. ഇസ്രായേൽ പാലസ്തീന് സ്വതന്ത്ര രാഷ്ട്ര പദവി കൊടുക്കണം എന്ന്. 1967 ഒരു 6 ദിന യുദ്ധം നടന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ 6 ദിന യുദ്ധത്തില് ആ പ്രദേശം ഗാസ പിടിച്ചെടുത്ത ആരാന്നറിയാമോ? ഗാസ പിടിച്ചെടുത്ത ജോർദാനാണ്, അല്ലാതെ ഇസ്രായേൽ അല്ല പിടിച്ചെടുത്ത. ഗാസ ജോർദാൻ പിടിച്ചെടുത്ത ഭൂമിയായിരുന്നു. ഗാസ ജോർദാൻ പിടിച്ചെടുത്തു. സീനായ് മരുഭൂമി ഈജിപ്റ്റ് പിടിച്ചെടുത്തു, ഈജിപ്തിന്റെ കയ്യിലായിരുന്നു. എന്തേ നിങ്ങൾ അതിനു മുമ്പ് ഈ സ്ഥലം അങ്ങോട്ട് വിട്ടുകൊടുത്തില്ല, പാലസ്തീനികൾക്ക് വിട്ടുകൊടുത്തില്ല? എന്താ പാലസ്തീനികൾ മുസ്ലിം അല്ലേ? നിങ്ങൾ ഈ ഗാസ എടുത്തോ, നിങ്ങൾ സീനായ് മരുഭൂമി എടുത്തോ എന്ന് എന്തേ ഈജിപ്തും ജോർദാനും പറഞ്ഞില്ല? എന്തേ ജോർദാനും 1967 യുദ്ധത്തിന് ശേഷമാണ് ഇതൊക്കെ ഇസ്രായേലിന്റെ കയ്യിലേക്ക് വരുന്നത്. ഇതൊക്കെ ഇസ്രായേലിന്റെ കയ്യിലേക്ക് വരും. അതിനു മുമ്പ് ജോർദാന്റെയും ഈജിപ്തിന്റെയും കയ്യിലായിരുന്നു ഗാസയും സീനായ് മരുഭൂമിയും അടക്കമുള്ള പാലസ്തീന്റെ 70% ഭൂപ്രദേശങ്ങൾ. 30% പാലസ്തീനി മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്തേ മുസ്ലിമീങ്ങൾ വിട്ടുകൊടുത്തില്ല? എന്തേ മുസ്ലിമീങ്ങൾ വിട്ടുകൊടുത്തില്ല? എന്നിട്ടാണ് ഇവിടെ കിടന്ന് ഇസ്രായേലിനെ കുറ്റം പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഇസ്രായേല് അപ്പുറത്ത് ഇസ്രായേൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് പാലസ്തീനികൾക്ക് ഈ ചുരുക്ക ഭൂമിയെങ്കിലും ഈ പാലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്ന ഗാസയും വെസ്റ്റ് ബാങ്കും ഗാസയും വെസ്റ്റ് ബാങ്കും ഒക്കെ ഉൾപ്പെട്ട ഈ കുറച്ചൊരു ചെറിയ പഞ്ചായത്തെങ്കിലും പാലസ്തീനികൾക്ക് ജീവിക്കാൻ കിട്ടിയത് ഇസ്രായേൽ അപ്പുറം വന്നതുകൊണ്ടാ. അല്ലാതെ ഈ 57 രാജ്യങ്ങൾ ഇന്ന് അവിടെ ഇസ്രായേൽ ഇല്ലായിരുന്നു. ഈജിപ്തും ജോർദാനും സിറിയയും ഒക്കെ ആയിരുന്നു ഈ പാലസ്തീന്റെ അയൽ രാജ്യങ്ങൾ ആയിരുന്നു എങ്കിൽ ഇന്ന് ഈ പാലസ്തീനികൾക്ക് അവിടെ ഭൂമി പോലും ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങൾക്കറിയാമോ? ഈ പാലസ്തീനികൾ ജോർദാന്റെയും ഈജിപ്തിന്റെയും സിറിയയിലും ഒക്കെ അഭയാർത്ഥികളായിട്ട് ഇന്ന് ബംഗ്ലാദേശിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ കിടക്കുന്നവരെ അഭയാർത്ഥികളായിട്ട് കിടക്കേണ്ട ഗതികേട് വന്നേനെ. ഇതാണ് മുസ്ലിമിന്റെ ഈ മനുഷ്യത്വം എന്ന് പറയുന്നത്. അവൻ ഇസ്രായേൽ അപ്പുറമുള്ളപ്പോ ഇവിടെ മനുഷ്യത്വം വേണം, ഇസ്രായേൽ അപ്പുറം ഇല്ലേ മനുഷ്യത്വം വേണ്ട. എവിടെയെങ്കിലും മനുഷ്യത്വം ഉണ്ടോ? ബംഗ്ലാദേശിന് മനുഷ്യത്വം ഉണ്ടായിട്ടാണോ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ കൊണ്ടുപോയി കണ്ടത്തിൽ കൊണ്ടുപോയി പാർപ്പിച്ചത്? പാടത്ത് കൊണ്ടുപോയി ടെന്റ് കെട്ടി പാർപ്പിച്ച റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ സിറിയയിലെ അഭയാർത്ഥികളെ എന്തേ ഗൾഫ് രാജ്യങ്ങൾ എടുക്കുന്നില്ല? ഇവർക്ക് മനുഷ്യത്വം, ഭയങ്കര മനുഷ്യത്വം ഉണ്ടെന്നാണല്ലോ പിന്നെ തലോടിയുടെ വാക്യം കൂടെ കേൾക്കുന്നത്. മുസ്ലിമീങ്ങൾക്ക് ഭയങ്കര മനുഷ്യത്വമാണ്. കാരണം മുസ്ലിമീങ്ങൾ ഒരു അയൽക്കാരൻ പട്ടിണി കിടന്നാൽ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചാൽ അവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ല എന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് തള്ളിക്കൊണ്ടുവരുന്നുണ്ട്. കള്ള ഹദീസാണ്, അങ്ങനെ ഒരു ഹദീസില്ല, എന്നാലും ഞാൻ സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു ഹദീസ് പറയുന്നവരാണ് ഈ സിറിയയിൽ നിന്നും ഈ ഈ സുഡാനിൽ നിന്നും ഈ അഫ്ഗാനിൽ നിന്നും ഈ മറ്റ് ലെബനോൻ, ലിബിയ അത്തരം നാടുകളിൽ നിന്നും അഭയാർത്ഥികളായിട്ട് തെണ്ടിത്തിരിയുന്നവരെ വിളിച്ച് കുറച്ച് ഭൂമി സൗദി അറേബ്യക്ക് കൊടുത്തുകൂടെ? കുറച്ച് ഭൂമി കുവൈറ്റിന് കൊടുത്തുകൂടെ? UAEക്ക് കൊടുത്തുകൂടെ? ബഹ്റൈന് കൊടുത്തുകൂടെ? എത്രയോ അറബ് രാജ്യങ്ങൾ, 7ഓളം ഗൾഫ് രാജ്യങ്ങൾ, ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരായ ഗൾഫ് രാജ്യങ്ങൾ, 7ഓളം രാജ്യങ്ങൾ കിടന്നിട്ട് ഒരൊറ്റ അഭയാർത്ഥിയെ എടുക്കുന്നുണ്ടോ? എന്തേ പാലസ്തീനികൾ അടികൊണ്ടു ഭക്ഷണം ഇല്ലാതെ കിടന്ന് വലയുന്നു? നമ്മുടെ ഇന്ത്യയിൽ നിന്നൊരു ട്രക്കുകളിൽ ഭക്ഷണം അവിടെ എത്തിച്ചു. എന്തേ ഈ ഗൾഫ് രാജ്യങ്ങൾ എടുക്കുന്നില്ല? അവരെ ഈ അഭയാർത്ഥികളെ എന്ത് എടുക്കുന്നില്ല? അതിന് ഉത്തരമാണ് ഇസ്ലാമിസ്റ്റുകൾ ആദ്യം പറയേണ്ടത്. ഈ പാലസ്തീനി അഭയാർത്ഥികൾ അവിടെ വെള്ളവും ഭക്ഷണവും ഒന്നുമില്ലാതെ കിടന്ന് നരയിക്കുന്നു. അവർ ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് വീതിച്ചെടുത്തുകൂടെ? എന്തിനവരെ ആ നരകത്തിൽ തന്നെ ഇട്ട് മൂടുന്നു? അവർ ഈ നരകത്തിൽ തന്നെ ഇട്ട് എന്തിനു മൂടുന്നു? അപ്പോൾ ഇവർ മുസ്ലിമീങ്ങളാണോ? ഞാൻ തലോടി അടക്കമുള്ള ഇസ്ലാമിസ്റ്റുകളോട് ചോദിക്കുന്നു, ഗൾഫ് രാജ്യങ്ങളിൽ കിടക്കുന്നവർ മുസ്ലിമീങ്ങളാണോ? അറബ് രാജ്യങ്ങളിൽ കിടക്കുന്നവർ മുസ്ലിമീങ്ങളാണോ? ഇന്ത്യയിൽ കിടക്കുന്ന തലോടി അടക്കമുള്ളവർ മുസ്ലിമീങ്ങളാണോ? ഇവനൊക്കെ ഇച്ചിരിയെങ്കിലും മുസ്ലിമാണ് എന്ന് ഇവനൊക്കെ പറയുന്നത് എങ്കിൽ മുസ്ലിമായി ഇവന്റെ ഒക്കെ സിദ്ധാന്തങ്ങൾ ഇവിടെ കിടന്ന് തള്ളുന്നുണ്ടല്ലോ, ആ സിദ്ധാന്തങ്ങൾ ഇവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ അഭയാർത്ഥികളെ അവർ വീതിച്ചെടുക്കണ്ടേ? ഈ അഭയാർത്ഥികളെ എടുക്കുന്നില്ല. പക്ഷെ കൊണ്ടുപോകുന്ന ആരാണ്? യൂറോപ്യൻ രാജ്യങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ എന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അല്ലയോ മുസ്ലിമീങ്ങളെ, നിങ്ങൾ യഹൂദനെയും ക്രിസ്ത്യാനിയും മിത്രമാക്കരുതെന്ന്. ആ യഹൂദനും ക്രിസ്ത്യാനിയുമാണ് വീതിച്ചു കൊണ്ടുവന്ന് ഈ സിറിയയിൽ നിന്നും അഫ്ഗാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും മ്യാൻമറിൽ നിന്നും പാലസ്തീനിൽ നിന്നും ഒക്കെ കയറിപ്പോയ അഭയാർത്ഥികളെ
കൊണ്ടുപോയി ഭക്ഷണവും പാർപ്പിടവും വിദ്യാഭ്യാസവും എല്ലാം കൊടുത്ത് ജീവിപ്പിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ. മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു, ഒരു അഭയാർത്ഥി കുടുംബത്തിലെ ഒരു കുടുംബത്തെ ഒരു യൂറോപ്യൻ കുടുംബം ഏറ്റെടുക്കണം, ദത്തെടുക്കണം എന്ന് പറഞ്ഞത് ഈ ജോൺ പോൾ അല്ല, ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. 4-5 കൊല്ലം മുമ്പ് സിറിയ തകർന്നപ്പോൾ പറഞ്ഞാണ് അയാള്. ഏതെങ്കിലും ഒരു മക്കയിലെ ഗ്രാൻഡ് മുഫ്തി പറയുന്നത് നിങ്ങൾ കേട്ടോ? ഏതെങ്കിലും ഒരു മക്കയിലെ ഗ്രാൻഡ് മുഫ്തി പറയുന്നത് കേട്ടോ? അല്ലെങ്കിൽ കേരളത്തിലെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് കേട്ടോ? ഇവർക്കുണ്ടല്ലോ ഒരുപാട് മുസ്ലിയാക്കന്മാർ. ഇവര് തുർക്കിയിലെ പ്രസിഡന്റ് എർദോഗാൻ വലിയ മാനുഷിക സ്നേഹിയാണെന്ന് പറയുന്നത് തുർക്കിയിലെ എർദോഗാൻ പറഞ്ഞോ? ഈ സിറിയയിലെയും പിന്നെ അഫ്ഗാനിലെയും പിന്നെ ഈ പാലസ്തീനിലെയും ഇവിടെ നിന്നൊക്കെ കയറിപ്പോകുന്ന അഭയാർത്ഥികളെ ഒരു കുടുംബം വെച്ച് ഒരു മുസ്ലിം കുടുംബം ഏറ്റെടുക്കണം എന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം ഗ്രാൻഡ് മുഫ്തി പറയുന്നത് നിങ്ങൾ കേട്ടോ? ഇല്ല, പറഞ്ഞില്ല. ഒരു മുസ്ലിം പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ പറയുന്നത് നിങ്ങൾ കേട്ടോ? പറഞ്ഞില്ല. പക്ഷെ പറഞ്ഞ ആരാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. യൂറോപ്യൻ ജനതയോട് പറഞ്ഞു, കയറി വരുന്ന അഭയാർത്ഥികൾ അവർ നമ്മളെപ്പോലുള്ള നമ്മുടെ സഹോദരങ്ങളാണ്, അവരിലെ ഓരോ കുടുംബത്തെയും നിങ്ങൾ ഏറ്റെടുക്കണം, നിങ്ങൾ ദത്തെടുക്കണം എന്ന് പറഞ്ഞത്. നിങ്ങൾ യഹൂദനെയും ക്രിസ്ത്യാനിയും മിത്രമാക്കരുത് എന്ന് അള്ളാഹ് പറഞ്ഞ ഒരു കാഫിറിന്റെ ഒരു നേതാവാണ് പറഞ്ഞത്. ഒരു മുസ്ലിമിന് പറയാൻ തോന്നിയില്ല. ഇനി ഇവിടെ തലോടി പറഞ്ഞു പിന്നെ ഇവര് രണ്ടുപേർക്കും സ്വതന്ത്ര രാജ്യം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ അനുഭവിക്കും. എന്റെ പൊന്ന് തലോടി, ഇസ്രായേലിന് ഒരു ചുക്കും അനുഭവിക്കാനില്ല. ഇനി നിങ്ങൾ ഓർക്കുന്നത്, നിങ്ങളൊക്കെ വലിയ കാര്യം പറഞ്ഞു, 6 ദിവസം കൊണ്ട് 10-15 രാജ്യങ്ങളെ ഓടിച്ച ഇസ്രായേലിന് എന്തേ ഈ ചെറിയ പുഴുക്കളായ ഹമാസിനെ ഓടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ട്? ഹമാസ് തലോടി. അവിടെ ഇവർക്ക് എന്ത് പാടിരിക്കുന്നു? 6 ദിവസം കൊണ്ട്, നിങ്ങൾ തന്നെ 6 ദിവസം കൊണ്ട് 15ഓളം രാജ്യങ്ങളെ ഓടിച്ച പിന്നെ പാരമ്പര്യമുള്ളവരാണ് ഇസ്രായേലികൾ, ജൂതന്മാർ. അവർക്ക് ഈ പാലസ്തീനിലെ ജനങ്ങൾ ഈ ഹമാസിനെ തീർക്കാൻ യാതൊരു പാടുമില്ല. ഒരു ആണവായുധമുള്ളവരാണ് ഇസ്രായേൽ. അണ്വായുധം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ തവിട് പൊടിയായില്ലേ? ഹിരോഷിമയും നാഗസാക്കിയും തകർന്നു പോയത് തലോടിക്ക് അറിയത്തില്ലേ? അമേരിക്ക കൊണ്ട് ഒരു ആണുബോംബ് ഇട്ടപ്പോൾ ഹിരോഷിമയും നാഗസാക്കി അടക്കം ജപ്പാൻ തകർന്നു പോയി. മനസ്സിലായില്ലേ? അതേപോലെ ഒരു അണുവായുധം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ പാലസ്തീന്റെ അവസ്ഥ? തകർന്ന് തരിപ്പണമായില്ലേ? അവർ ചെയ്തില്ല. നേരത്തെ ഇവിടെ ആരോ പറയുന്നത് കേട്ടു, ഒരു മുന്നറിയിപ്പ് കൊടുക്കും. ഒരു രാജ്യത്തിന് മുന്നറിയിപ്പ്, ഒരു കെട്ടറോ അവർ തകർക്കാൻ പോകുന്ന ആദ്യം മുന്നറിയിപ്പ് കൊടുക്കും. ഈ കെട്ടറ ഞങ്ങൾ തകർക്കാൻ പോവുകയാണ്, അവിടെയുള്ള ആൾക്കാർ ഒഴിഞ്ഞു പോക്കണം. അങ്ങനെ ഇസ്രായേൽ മുന്നറിയിപ്പ് കൊടുക്കും, നിങ്ങൾ കെട്ടറത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, ഞങ്ങൾ ഈ കെട്ടറം തകർക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടേ അവര് ബോംബിടുകയുള്ളൂ. പക്ഷെ ഹമാസുകാർ അങ്ങനെയാണോ ചെയ്തത്? നിങ്ങൾ പൊക്കിപ്പിടിക്കുന്ന ഹമാസുകാർ അങ്ങനെയാണോ ചെയ്തത്? പിന്നെ അവരുടെ ഒരു സംഗീത നിശ കിടക്കുന്നിടത്തേക്ക് ചാടി കയറിപ്പോയി വെടിവെച്ച് അവിടെ ഇരുന്ന് നിരപരാധികളെ 10,400ഓളം ആൾക്കാർ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. അതിൽ കുട്ടികളുണ്ടായിരുന്നു, വൃദ്ധന്മാരുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു, എല്ലാവരും. എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് കൊടുത്തോ? ഞങ്ങൾ ഇതാ വരാൻ പോവുകയാണ് കേട്ടോ, നിങ്ങൾ അവിടെ നിന്ന് മാറിക്കോണം എന്ന് നിങ്ങൾ മുന്നറിയിപ്പ് കൊടുത്താണോ ഹമാസുകാർ കയറിപ്പോയത്? എന്ന് പറഞ്ഞിട്ടാണോ ഹമാസുകാർ കയറിപ്പോയത്? അല്ല. പക്ഷെ ലോകസഭയില് ഭീകരവാദ ആക്രമണം ഉണ്ടായത് വേളം വെക്കുന്നു. ലോകസഭയില് ഭീകരവാദ ആക്രമണം ഉണ്ടായത് BJP-ക്കാരൻ കൊടുത്ത സൈനിൽ വന്നവര് 4 ഭീകരവാദികൾ ആക്രമിച്ചറിഞ്ഞോ? ഈ നിസുവിനെ ഒന്ന് താഴേക്കിട്. ആരുമില്ല ഇവിടെ? ഒന്ന് താഴേക്കിട്. ഓക്കെ. ഓക്കെ. അപ്പൊ ഇതാണ് ഇവര് ആദ്യം മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് ഇവര് ആക്രമിക്കുന്നത്. അല്ലാതെ ഇസ്രായേലുകാർ, ജൂതന്മാർ, പിന്നെ മുസ്ലിമീങ്ങൾ കാണിക്കുന്ന പോലെ, ഹമാസുകാർ കാണിക്കുന്ന പോലെ അങ്ങോട്ട് ഓടിപ്പോയി എല്ലാ നിരപരാധികളെയും വെടിവെച്ചു കൊല്ലുകയല്ല. പിന്നെ ജൂതന്മാർ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ട് ബോംബിടുന്നതിന്റെ കാരണം അവർക്കും മനുഷ്യത്വം ഉള്ളതുകൊണ്ടാണ്. തലോടി നേരത്തെ പറഞ്ഞില്ല മനുഷ്യത്വം ഇല്ലാന്ന്. അവർക്കും മനുഷ്യത്വം ഉള്ളതുകൊണ്ടാണ് അവരാ പിന്നെ ആദ്യം മുന്നറിയിപ്പ് കൊടുക്കുന്നത്, നിങ്ങൾ ഇവിടെ ഒഴിഞ്ഞു പോകണം, ഞങ്ങൾ ഇത് തകർക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഇവര് ബോംബിടുന്നത്. പക്ഷെ ഹമാസുകാർ നേരെ പോയി കാണുന്ന കണ്ണിൽ കാണുന്ന കൊച്ചിനെയും വൃദ്ധനെയും എല്ലാവരെയും കൊന്നുകൊള്ളുന്നതിന്റെ കാരണം, വെടിവെച്ചു കൊന്നതിന്റെ കാരണം എന്താ അറിയാം? അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചോണ്ട് അവസാനത്തെ യഹൂദനും മരിച്ചു വീഴാതെ പിന്നെ ലോകം അവസാനിക്കുകയില്ല. അവസാനത്തെ ജൂതനെയും കൊന്നു തീർക്കാതെ ഈ ലോകം അവസാനിക്കുകയില്ല. യഹൂദനെയും ക്രിസ്ത്യാനിയും മിത്രമാക്കരുത്. ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്ന മുസ്ലിമിന്റെ പുസ്തകത്തിലാണ്. ജൂതന്റെ പുസ്തകത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. ജൂതന്റെ പുസ്തകത്തിൽ അവസാനത്തെ മുസ്ലിമിനെയും കൊന്നു തീർക്കാതെ ഈ ലോകം അവസാനിക്കുകയില്ല. മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും ഹിന്ദുവിനെയും മിത്രമാക്കരുത് എന്ന് ജൂതന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല. ക്രിസ്ത്യാനിയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല. തലോടി ചുമന്നുകൊണ്ട് കിടക്കുന്ന അള്ളാഹയുടെ പുസ്തകത്തിലാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹമാസുകാരെ ഒരു മുന്നറിയിപ്പും കൊടുക്കാതെ 6 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള വൃദ്ധനെയും മനുഷ്യനെയും എല്ലാം ഒരു മുന്നറിയിപ്പും ഇല്ല അവിടെ പോയി കൊന്നൊടുക്കിയത്. അപ്പൊ ആർക്കാണ് തലോടി മനുഷ്യത്വമുള്ള? ജൂതനാണോ മുസ്ലിമാണോ? ജൂതനാണോ മുസ്ലിമിനാണോ മനുഷ്യത്വമുള്ളത്? നിർത്തുകയാണ് സുപ്രഭാതം. ജൂതന് തന്നെയാണ് മനുഷ്യത്വം. പിന്നെ ഇനി അവിടുത്തെ പരിപാടിയാണ്. ഇനി എന്താ വരാൻ പോകുന്നത് ഞാൻ പറയട്ടെ. നിങ്ങൾ ഇപ്പൊ തലോടി കിടന്ന് വലിയ പിന്നെ വീരവാദമൊക്കെ മുടക്കില്ലേ? വെറും 2 മാസം കൂടെ നോക്കിയൊന്നോ. ഇതാ ഇന്നലെയും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്, 0.001 ഹമാസിനെയും ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കാതെ ഈ യുദ്ധം അവസാനിക്കില്ല.
ഈ യുദ്ധം അവസാനിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹു. ഏതെങ്കിലും ഒരു അറബ് രാജ്യങ്ങൾക്ക് ഹമാസിനോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യാനുള്ള ധൈര്യമുണ്ട്? വെല്ലുവിളിക്കുന്നതിലൂടെ നിങ്ങളെ ഏതെങ്കിലും സൗദിക്ക് എത്ര 16ഓളം രാജ്യങ്ങളുണ്ടല്ലോ മുസ്ലിം രാജ്യങ്ങൾ, ഏതെങ്കിലും ഒരു രാജ്യം ഹമാസിന്റെ കൂടെ കൂടി ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യിപ്പിക്കാൻ തലോടിയപ്പോഴുള്ള ഇസ്ലാമിസ്റ്റുകളെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഒരൊറ്റ രാജ്യം കൂടുമോ? ഒരു രാജ്യവും ഓക്കെ. കൂടുതൽ അതിനുള്ള ചങ്കൂറ്റമില്ല മുസ്ലിം രാജ്യങ്ങൾക്ക്. കാരണം ഭയമാണ്. അങ്ങനെ കൂടിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ ഇസ്രായേൽ തീർത്തുകളയുമായി ആ രാജ്യത്തെ തീർക്കുന്ന അവിടെ ഭയപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇറാനെ നിങ്ങൾ വലിയ വീരവാദം മുടക്കില്ല. ഇറാൻ ഇപ്പൊ കയറി അടിക്കുന്നു. എന്തേ ഇറാൻ പോയില്ല? എന്തേ ഇറാൻ മിണ്ടാതിരിക്കുന്നു? കാരണം അറിയാം, ഇറാന്റെ 4ഓളം സൈനിക കമാൻഡർമാരെയാണ് ഇസ്രായേൽ മൊസാദ് കൊന്നുതള്ളിയത്. നിങ്ങൾക്കറിയാം, ഇറാൻ എന്ന് പറയുന്ന രാജ്യം കാണുകയില്ല. ഇറാൻ കയറി ഹമാസിന്റെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഈ ഹമാസുകാർ ഒറ്റയ്ക്ക് നിന്ന് വെറുതേണ്ടി വരും. ഒടുവിൽ തുണിയില്ലാതെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, 3ഓളം ഓക്കെ. ട്രക്കുകളിലാണ് ആയിരക്കണക്കിന് ഹമാസുകാർ. മതി സുപ്രാവ് നാസർ നിർത്തുക, ഭായ്, ഇന്നേക്കുള്ള നിർത്തുകയാണ്. 3ഓളം ട്രക്കുകളിലായിട്ട് ആയിരക്കണക്കിന് ഹമാസുകാരെ തുണിയില്ലാതെ കൊണ്ടുപോയത് കൊണ്ടായിരുന്നു ഇസ്രായേലുകാരെ എന്ന് പറഞ്ഞതുപോലെ ഓരോന്നിനെ ഇല്ലാതാക്കും. അതിന് യാതൊരു സംശയവുമില്ല. ടണലുകളിലും തീർത്തോണ്ടിരിക്കുകയാണ്. ഹമാസ് ഇല്ലാതാവും, യാതൊരു സംശയമില്ല. നിസ്സംശയം, നിസ്തർക്കം 1 മാസത്തിനും ഹമാസ് ഇല്ലാതായിരിക്കും. ഓക്കെ, ഓക്കെ. നീ തലോടിക്കാൻ നീ പറയണ്ടെങ്കിൽ പറഞ്ഞ തലോടിയാ. ഓക്കെ, നല്ലൊരു അല്ല പ്രസംഗം എനിക്ക് കേട്ടു. രാജ കേട്ടിരിക്കുന്നു. പറയട്ടെ, എന്താ ഞാൻ പറയാം. രാജ പറയുന്നുണ്ടോ അല്ല ഞാൻ പറയണോ? രാജ മറുപടി പറയുന്നുണ്ടോ? അല്ല, ഞാൻ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ തലയോട് പറഞ്ഞു. രണ്ടും ഓക്കെ ഓക്കെ. അതാണ് ഞാൻ പറയാം. തലയോടിക്ക് അവസരം രാജ ഞാനൊരു കൊടുത്തു. അതിന് മുമ്പ് ഞാൻ ഞാൻ പറയാം. രാജ അല്ല, ഒരു തലയോടി മിനിറ്റ് ഞാൻ ഞാൻ പറയാം. ഒന്നുകൂടി ഒരു കാര്യം മാത്രം ഒന്ന് പറഞ്ഞോട്ടെ. അത് നാസർ അല്ല, ഞാനിപ്പോ പറഞ്ഞ വലിയൊരു ഞാൻ ഉളത്തരം. അതിന് മാത്രം ഓഫീസിൽ അല്ലല്ല തലയോടി ഒരു സെക്കൻഡ്. നാസർ പറഞ്ഞ വലിയൊരു ഉളത്തരത്തിന് മാത്രം കാര്യം അവിടെ ഇസ്രായേലിന് അണുബോംബുണ്ട്. അണുബോംബ് ഇസ്രായേൽ പ്രയോഗിച്ചിട്ടില്ല. എന്റെ നാസറേ, ഇവിടെ ഊളത്തരം പറഞ്ഞ അല്ല. ഇവിടെ അണുബോംബ് ഇട്ട് കഴിഞ്ഞാൽ അണുബോംബിന്റെ പ്രസാരണം ആ പ്രദേശം മൊത്തം നശിപ്പിക്കും. ഇസ്രായേൽ ജന്മത്ത് ഗാസയിൽ അണുബോംബ് ഇടാൻ പോകുന്നില്ല. ഇതുപോലും അറിയത്തില്ലാത്ത താൻ എന്തൊരു ഊളത്തരമാണ് ഇവിടെ എന്ന് പറയുന്നത്. പിന്നെ നാസർ പറഞ്ഞ ഹമാസ് ഇല്ലാതാകും. എടോ, മിനിങ്ങാന്നാണ് 9 ചത്തു, 9 ഇസ്രായേലുകാര്. ഇസ്രായേൽ എന്തോ 6 ദിവസം കൊണ്ട് തീർത്ത് ഇസ്രായേൽ ഞങ്ങൾ എല്ലാം തീർക്കാന്ന്. എടോ, ഇസ്രായേലിന്റെ പ്രഹരശേഷിയുടെ 50% ആയുധങ്ങളുടെ 50% അവന്മാർ ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പൊ ഇത്രയും കപ്പാസിറ്റി ഉള്ള ആയുധം ഉപയോഗിച്ചാൽ എല്ലാം തീർന്നു പോകേണ്ടതായിരുന്നല്ലോ. 9 ചത്തല്ലോ കഴിഞ്ഞ ദിവസം. എടോ കോപ്പേ, എലോൺ മസ്ക് പറഞ്ഞ കാര്യം എന്നറിയാവോ? നിങ്ങൾ ഒരു നിരപരാധിയായ ആളെ കൊല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ പുതിയൊരു ഹമാസിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ 15,000 ആൾക്കാരെ തട്ടിയെങ്കിൽ 15,000 ഹമാസിനെ ഉത്പാദിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇത് എലോൺ മസ്ക് പറഞ്ഞ കാര്യമാണ്. ഇയാൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കണേ, ചുമ്മാ കിടന്ന് വിളുവിളാന്ന് പറയാതെ. അതോട് പറഞ്ഞു ഇനി. അല്ല, അതിന് കൗണ്ടർ പറയാതെ ഒരു പറ്റുമോ? സെക്കൻഡ് എന്റെ പൊന്ന് രാജ, ഞാൻ ഒരു സെക്കൻഡ് അല്ല, പറഞ്ഞിട്ട് തലോടി എനിക്ക് കൗണ്ടർ ഉണ്ട്. കഴിഞ്ഞ കൗണ്ടർ ചെയ്തോ? എന്നെ ചേർത്ത് പറയുമ്പോൾ എന്റെ ഒരു കൗണ്ടർ മിനിറ്റ് കഴിഞ്ഞിട്ട് 20 തലോടി കേൾക്കാം. ഒരു മിനിറ്റ് എനിക്ക് ഞാൻ നാസറിന്റെ മറുപടി ആയിരുന്നേ. ഇല്ല നാസറല്ല, എനിക്ക് രാജാക്ക് മറുപടി ഉണ്ട്. അത് കഴിഞ്ഞ് നാസറിന് എനിക്ക് അല്ല, മറുപടി തന്നാൽ ഞാൻ മതി. നാസറിന്റെ മറുപടി തലോടി ഉണ്ടായിരിക്കണം. ഞാൻ തലോടി ഉണ്ടായിരിക്കണം. എനിക്ക് രാജയ്ക്ക് മറുപടി ഉണ്ട്. ഒരു മിനിറ്റ് സുപ്രഭാതം. നാസർ ഭായ് സുപ്രഭാത, രാജയ്ക്ക് മറുപടി ഉണ്ട്. രാജ എന്നെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇത്ര നേരം വെയിറ്റ് എനിക്ക് മറുപടി ഉണ്ട് രാജയ്ക്ക്. രാജയ്ക്ക് എനിക്ക് മറുപടി ഉണ്ട്. അലാഖിന്റെ അവലുകഞ്ഞി അയച്ചു. നിങ്ങൾ ഞാൻ ചോറും കൂടി തന്നിട്ടില്ല. എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും കൂടെ, ഞാനും നിങ്ങളെ രണ്ടുപേരും വിളിക്കും. രണ്ടുപേർക്കും സമയം തരും. നാസർ ഭായ് പറയുന്നതിന്റെ കൗണ്ടർ എന്ന് പറയാന് ഈ ആകെ 30 സെക്കൻഡാണ് രാജെടുത്ത്. അത് തലോടി കൂടി പറയട്ടെ. നാസർ ഭായ് ഇതുവരെ പറഞ്ഞു, എന്നിട്ട് രണ്ടും കൂടി കൂട്ടിയിട്ട് നാസർ ഭായ് മറുപടി പറഞ്ഞു. നിങ്ങൾ ഒരാൾ പറയുന്നത് കേൾക്കും. നിങ്ങൾ അല്ല, നിങ്ങൾ ഈ അസഹിഷ്ണുതയായിട്ട് നിങ്ങൾ രണ്ടാളും ഒച്ചമ്പ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ മോഡറേറ്ററിനെ ഞാൻ കുടുങ്ങി പോകും. മനസ്സിലായി? ഇത് മറ്റേ ഗാസ ഇസ്രായേൽ യുദ്ധമല്ല, അത് പാഞ്ചേരി ഗ്രൂപ്പാണ്. അത് നിങ്ങൾ ഓക്കെ. ഞാൻ ആദ്യം ഞാൻ ഇവിടെ പറയുന്നത് വെച്ചാൽ നാസർ ഭായ് ഫസ്റ്റ് തുടങ്ങിയ വിഷയം എന്ന് വെച്ചാൽ ഈ എബ്രഹാമിനെ എടുത്തിട്ടാണ്, ഇബ്രാഹിമിനെ കോട്ടയിട്ടാണ് പറഞ്ഞത്. ഈ എബ്രഹാമിന്റെ നാട് ഏതാണെന്ന് ബൈബിളിൽ ചരിത്രം വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ഇവിടെ ഇസ്രായേലിനെ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. പുള്ളിക്കാരൻ ആദ്യം മനസ്സിലാക്കട്ടെ, എബ്രഹാമിന്റെ ജനിച്ച നാട് ഇറാഖാണ്. ഇറാഖി പൗരനാണ് ഈ പറയുന്ന എബ്രഹാം. അങ്ങനെ വരുമ്പോൾ എബ്രഹാമിന്റെ മകൻ ഇസ്ഹാക്കിനെ വെച്ച്, ഇസ്ഹാക്കിന്റെ മകൻ ഇസ്രായേൽ എന്ന് പറയുന്ന യാക്കൂബിനെ വെച്ച് നോക്കിയാൽ ഇവർക്ക് ഈ പറയുന്ന കാനാൻ പ്രദേശമായിട്ട് യാതൊരു ബന്ധമില്ല. ഇവർ പോകുന്നത് ഈജിപ്തിലാണ്. ഈജിപ്തിൽ നിന്ന് ഇവർ വിശ്വസിക്കുന്ന ദൈവം യഹോവ വാഗ്ദത്തം കൊടുത്ത ഭൂമിയാണ് ഈ പറയുന്ന ഈ കാനാൻ പ്രദേശം. അതുകൊണ്ട് തന്നെ അവരങ്ങോട്ട് കുടിയേറി പാർക്കുന്നതാണ്. അതല്ലാതെ അവർ ജന്മന അല്ലെങ്കിൽ അവരുടെ തലമുറകൾ ജീവിച്ചു വന്ന ഒരിടമല്ല. ആദ്യം അത് മനസ്സിലാക്കുക. അത് അന്നും കുടിയേറ്റം തന്നെയായിരുന്നു, ഇന്നും നടക്കുന്ന കുടിയേറ്റം തന്നെയായിരുന്നു, ഇപ്പവും കുടിയേറിക്കൊണ്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അത് ഈ പറയുന്ന മതഗ്രന്ഥം വെച്ചിട്ട് നിങ്ങൾ ഇസ്രായേലിനെ സ്ഥാപിക്കാൻ നിൽക്കരുത്. അങ്ങനെ സ്ഥാപിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ലോകത്ത് നിങ്ങൾക്ക് ഒരു രാജ്യവും ഈ മുൻപ് ജീവിച്ച തലമുറയാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ബുദ്ധന്മാരായിരുന്ന ഒരു കാലത്ത് ബുദ്ധന്മാർ എവിടെ പോയി? ഇവിടുത്തെ
ബുദ്ധന്മാർ എവിടെ പോയി? അപ്പൊ അതുകൊണ്ട് മദ്രസ നിങ്ങൾ പറഞ്ഞ പൊട്ടന്മാരുടെ ഒന്ന് ആ നിർത്തുകയല്ലോടി. ആ, മദ്രസ ആ, പൊട്ടന്മാരുടെ അതാ മദ്രസ പറഞ്ഞത്. പൊട്ടത്തരം കേൾക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. നിങ്ങൾ സംസാരിച്ചോളൂ. രണ്ടാളും കാരണം കൂടി ഇത് ഒന്ന് അഡ്ജസ്റ്റ് ഇത് ചെയ്തിട്ടാണ് രാജക്ക് സമയം കൊടുക്കുക. രാജ പക്ഷഭേദമാണ്. പെട്ടെന്ന് നിർത്തി എന്റെ കുഴപ്പമില്ല. അതെ, ഇത് രാജ പെട്ടെന്ന് നിർത്തി എന്റെ പക്ഷഭേദമായത് കുഴപ്പമില്ല. കൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തുന്നത്. ഇല്ലല്ല, കാരണം സുപ്രഭാത് നാസർ ഇടപെടുന്നു. പറഞ്ഞിട്ട് തലോടി സംസാരിച്ചോ? നാസർ നിങ്ങൾ 20 മിനിറ്റ് രണ്ടുപേരും കൂടി സംസാരിച്ചിട്ട് കൗണ്ടർ കൊടുക്കുക. 10 മിനിറ്റ് പോയി ഞങ്ങൾക്ക് തീർത്തില്ല. രണ്ടാളും ഓക്കെ, ആദ്യം രാജയിൽ നിന്ന് തന്നെ തുടങ്ങാം. രാജ എന്നെ ഊള എന്നൊക്കെ വിളിച്ചു. എന്റെ പൊന്ന് രാജേ, ലോകത്തെ ഏറ്റവും വലിയ ഊളകൾ എന്ന് പറയുന്ന രണ്ടുപേരാ. ഒന്ന് ജിഹാദികളും ഒന്ന് കമ്മ്യൂണിസ്റ്റുകാരും. അത്രയും വലിയ ഊളകൾ ഇന്ന് ലോകത്തില്ല. ഊളകൾ മാത്രമല്ല, ഒരു മണ്ടന്മാരും, വെറും മണ്ടന്മാരും ഊളകളും വിഡ്ഢികളും ലോകത്ത് തന്നെയുള്ള രണ്ടുപേരേ ഉള്ളൂ. ഒന്ന് ജിഹാദികൾ, ഒന്ന് കമ്മ്യൂണിസ്റ്റുകാർ. രണ്ടുപേരും ഓരോ പ്രത്യയശാസ്ത്രം എടുത്ത് തലയെ വെച്ചിരിക്കുകയാണ്. ജിഹാദികളും അതെ, കമ്മ്യൂണിസ്റ്റുകാരും അതെ. ലോകം മുഴുവൻ ആ പ്രത്യയശാസ്ത്രം കൊണ്ട് നടക്കുക. ലോകാവസാനം വരെ ആ പ്രത്യയശാസ്ത്രത്തിന്റെ നേതാക്കന്മാർ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോകില്ല. ബുദ്ധിയും ബോധവും ചിന്തയും കൊണ്ടുപോയി ആ പ്രത്യയശാസ്ത്രത്തിനും ആ പ്രത്യയശാസ്ത്രത്തിന്റെ നേതാക്കന്മാരുടെയും കാൽക്കൽ കൊണ്ടുപോയി വെച്ചേച്ച് സ്വന്തം തലച്ചോറ് എടുത്ത് മാറ്റിച്ച് അതിനകത്ത് കളിമണ്ണുമായിട്ട് നടക്കുന്ന വിഡ്ഢികളാണ്, ഊളകളാണ്, മണ്ടന്മാരാണ് ലോകത്തിന്റെ രണ്ടെണ്ണം, ജിഹാദികളും കമ്മ്യൂണിസ്റ്റുകാരും. അതുകൊണ്ടാണ് ജിഹാദികളും ഇന്ന് ലോകത്ത് തീർന്നുകൊണ്ടിരിക്കുന്നു, കമ്മ്യൂണിസ്റ്റുകൾ തീരുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റുകൾ ലോകത്ത് ഒരുപാടുള്ള സോവിയറ്റ് യൂണിയനൊക്കെ അടക്കി ഭരിച്ചവരാണ്. ഇന്ന് എവിടെയുണ്ട് കമ്മ്യൂണിസ്റ്റുകൾ? ഇന്ന് ഒരിടത്തും ഇല്ല. കാര്യം ഇന്ത്യയിലുണ്ടായിരുന്ന ബംഗാളിലും ത്രിപുര അതും തീർന്നു. കേരളത്തിന്റെ ഒരു മൂലയെ കൊണ്ടുപോയി അടിച്ചു കൂട്ടിക്കൊണ്ടേ വെച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാരെ. കാരണം എന്താ? ഇത് തന്നെ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പുറത്ത് ഇങ്ങനെ ഓടുകയാണ്. ആ പ്രത്യയശാസ്ത്രത്തിന്റെ നേതാവും ആ പ്രത്യയശാസ്ത്രം എന്ത് പറഞ്ഞു? അതാണ് മഹത്തരം, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല, ഇനി ഞങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്കിനി യാതൊരു ജോലിയില്ല. നേതാക്കന്മാരെന്ത് പറഞ്ഞു? പ്രത്യയശാസ്ത്രം എന്ത് പറഞ്ഞു? അതനുസരിച്ച് നമുക്ക് മുമ്പോട്ട് നീങ്ങിയേക്കാം. അതുകൊണ്ട് കമ്മ്യൂണിസം തീർന്നു. ഇത് തന്നെ ജിഹാദികളും കൊണ്ടുപോയി. ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം ഖുർആൻ എന്ന് പറയുന്നില്ല, എന്ത് പറഞ്ഞിരിക്കുന്നു അതിനപ്പുറത്തേക്കൊന്നുമില്ല. മുഹമ്മദ് എന്ന് പറഞ്ഞു അതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും മഹത്തരം, അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട എന്ന് ഈ ജിഹാദികൾ ചിന്തിച്ചു. അതുകൊണ്ട് ജിഹാദികളുടെ അവസ്ഥ എന്തായി നമ്മൾ കണ്ടല്ലോ. അഭയാർത്ഥികളായി. ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളുള്ള ജിഹാദികളിലാണ്, മുസ്ലിമീങ്ങളാണ്. കാരണം എന്താ? അവരുടെ പ്രത്യയശാസ്ത്രമാണ് അവരെ അങ്ങനെ ആക്കി കളഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസ്റ്റുകാരെയും ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ടു. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ഊളകൾ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികളുമാണ് എന്നത് എപ്പോഴും രാജയും തലോടിയും പോലുള്ളവർ മനസ്സിലാക്കിക്കൊള്ളുക. ഇനി രാജ വേറൊരു കാര്യം പറഞ്ഞു. രാജ പറഞ്ഞ കാര്യം ഈ അണുബോംബ് വിടുമ്പോഴത്തേന് ഭയങ്കര പ്രസരണം ഉണ്ടാവും. അത് ഇസ്രയേലും ബാധിക്കും, ഇസ്രയേലൊക്കെ തകർന്നു പോകുന്നു. ഒരു ചുക്കും സംഭവിക്കില്ല രാജ. അതിനുള്ള രീതിയുള്ള ടെക്നോളജി അവർക്കറിയാം. ഏത് പ്രദേശത്ത് അണുബോംബ് വിട്ടാൽ ആ പ്രദേശത്തിന് അപ്പുറത്തേക്ക് അതിന്റെ പ്രസരണം ബാധിക്കില്ല. അതിനുള്ള ടെക്നോളജി അവർക്കുണ്ട്. കണ്ടുപിടിച്ചവർക്ക് അത് ഉപയോഗിക്കാനും അറിയാം. എങ്ങനെ ഉപയോഗിക്കണമെന്ന് കണ്ടുപിടിച്ചവർക്കറിയാം. നമ്മള് വാട്സപ്പ് ഒക്കെ വിളിക്കാറില്ല. വാട്സപ്പ് വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരാൾക്ക്, ഞാൻ ഇപ്പൊ സുപ്രഭാതിന് വിളിക്കുമ്പോൾ അത് രാജയും തലോടിയും എന്താ കേൾക്കാത്തത്? എങ്കിൽ രാജയ്ക്കും തലോടിക്കും കേൾക്കാമല്ലോ. അറിയാൻ മേലാത്തവനെ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വാട്സപ്പിലേക്ക് ഞാൻ ഒരു കോൾ ചെയ്യും, സുപ്രഭാതിന് കോൾ ചെയ്യും. രാജയും തലോടിയും ലോകത്തുള്ള വാട്സപ്പിലെ വാട്സപ്പിൽ കണക്ഷൻ ഉള്ള എല്ലാവരും കേൾക്കില്ല. പക്ഷെ സുപ്രഭാത് മാത്രമല്ലേ അത് കേൾക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ അണുബോംബ് ഉണ്ടാക്കിയവനും അറിയാതെ ഇടുന്നത് എത്ര പ്രദേശത്ത് അത് അതിന്റെ പ്രസരണം വരണം, ആ പ്രദേശത്ത് എത്ര പ്രദേശത്ത് അത് നിൽക്കണം, അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് അവർക്കും അറിയാന്നേ. ഇവിടുന്ന് ഈ മിസൈലുകളില്ലേ, പാലസ്തീനിൽ ഇടുന്ന മിസൈൽ അയൺ ഡോൺ എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ട്. അത് നേരെ പോയി അത് മാത്രം എന്താ പൊട്ടിക്കുന്നത്? അത് മാത്രം ആകാശത്ത് പൊട്ടിക്കുന്നു. ഈ അയൺ ഡോൺ എന്തേ പോയി പാലസ്തീനിൽ പോയി വീഴുന്നില്ലോ? കറക്റ്റ് അത് മുകളിൽ പോയി പൊട്ടിച്ചു കളയുന്നില്ലേ? അതുകൊണ്ട് മണ്ടത്തരം പറയും. ഒരു ടെക്നോളജി ഉണ്ടാക്കിയവന്, ഒരു ടെക്നോളജി കണ്ടുപിടിച്ചവൻ അതെങ്ങനെ ഉപയോഗിക്കണമെന്നും അറിയാം. അത് ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്ന് അവൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു അണുബോംബ് കൊണ്ടിടുമ്പോഴത്തേനും പശ്ചിമേഷ്യ മുഴുവൻ തകരും. അവനറിയാവുന്ന അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന്. ഇസ്രയേൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇസ്രയേലിനെ അറിയാതെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഒന്നും വേണ്ട. ഇപ്പൊ കാബ മക്കത്ത് ഈ ജിഹാദികളുടെ കാബയുണ്ടല്ലോ, കാബയുടെ മുകളിലും വെച്ചിട്ടുണ്ട് അയൺഡോ. ആരാണെന്നറിയോ? മുസ്ലിം യഹൂദന കൊണ്ടേ വെച്ച്, ഇസ്രയേലും അമേരിക്ക കൊണ്ടേ വെച്ചിരിക്കുന്ന അയൺഡോ. എന്തിനാണെന്നറിയോ? ഹൂതികളുടെ മിസൈലിനെ പ്രതിരോധിക്കാൻ വേണ്ടി. ഹൂതികൾ മക്കത്തേക്ക് മിസൈൽ ഇട്ട് കാബ തകർക്കുന്നവരൊക്കെ ഒരിക്കൽ ഒരു ഭീഷണി മുടക്കി. അതുകൊണ്ട് ആ മിസൈലിനെ പ്രതിരോധിക്കാൻ വേണ്ടി അയൺഡോം കൊണ്ട് അവിടെയും കൊണ്ടേ വെച്ചിട്ടുണ്ട്. എങ്കിൽ അതെങ്ങനെ പ്രയോഗിക്കണം എന്നുള്ള ജൂതനറിയാം. അത് പറഞ്ഞു കൊടുക്കണ്ട. രാജയെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് പൊട്ടന്മാരും ജിഹാദി പൊട്ടന്മാരും പറഞ്ഞു കൊടുക്കണ്ട ജൂതന്. ജൂതനാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്. ലോകത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്ന ജൂതനാണ്. ജിഹാദിയും കമ്മ്യൂണിസ്റ്റുകാരും എന്ന് പറയുന്നത് ലോകത്തിന്റെ മണ്ടന്മാരാണ് ജിഹാദികളും കമ്മ്യൂണിസ്റ്റുകാരും. ലോകത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ജൂതനാണ്. അതുകൊണ്ട് നോബൽ സമ്മാനത്തിന്റെ അളവ് നോക്കിയാൽ മതി. നോബൽ സമ്മാനം നോക്കണം. ലോകത്ത് ഏറ്റവും കൂടുതൽ നോബൽ സമ്മാനം കിട്ടിയിരിക്കുന്ന ആരാണ്? ജൂതന്റെ ജനസംഖ്യയും കൂടെ നോക്കണം. 1 കോടി പോലും ഇല്ല ലോകത്ത് ജനസംഖ്യ ജൂതന്മാർക്ക്. പക്ഷെ എത്ര നോബൽ സമ്മാനം മേടിച്ച്, എത്ര കമ്മ്യൂണിസ്റ്റുകാർ നോബൽ സമ്മാനം മേടിച്ചിട്ടുണ്ട് ലോകത്ത്? എത്ര കമ്മ്യൂണിസ്റ്റുകാർ മേടിച്ചിട്ടുണ്ട്? എത്ര ജിഹാദികൾ മേടിച്ചിട്ടുണ്ട്? മുസ്ലിമീങ്ങൾ മേടിച്ചിട്ടുണ്ട് നോബൽ സമ്മാനം? ഒന്ന് നോബൽ സമ്മാനത്തിന്റെ പ്രൈസിന്റെ അളവൊക്കെ ഒന്ന് പോയി നോക്കിയേ. രാജിയും തലോടിയും കൂടെ ഓടി ആർക്കാ നോബൽ സമ്മാനം ഏറ്റവും കൂടുതൽ കിട്ടി? അപ്പൊ അവന് വിവരം ഉണ്ടെന്ന്. വിവരമുള്ളവൻ അവൻ എങ്ങനെ ചെയ്യണമെന്നും അവനറിയാം. ഇനി
ഇനി തലോടിയിലേക്ക് തലോടി നേരത്തെ ഞാൻ ഖുർആന്റെ കാര്യം പറഞ്ഞത് ഖുർആനിൽ വന്ന ഇത് പിന്നെ മതഗ്രന്ഥവുമായിട്ട് ബന്ധിപ്പിക്കണം. മതഗ്രന്ഥവുമായിട്ട് തലോടി ബന്ധിപ്പിച്ചു. നേരത്തെ തലോടി മതഗ്രന്ഥത്തെ പറ്റി ബന്ധിപ്പിച്ചു. ആദ്യം ആരുടേതായിരുന്നു ഈ പാലസ്തീൻ എന്ന് നിങ്ങൾ അറിയണം എന്നൊക്കെ ഇവിടെ പറഞ്ഞു. അതുകൊണ്ടാണ് മതഗ്രന്ഥവുമായിട്ട് ഞാനും ബന്ധിപ്പിച്ച് ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന 367 ആയത്തിൽ ഞാനും കൊണ്ടുവന്ന്. മനസ്സിലായോ? പിന്നെ ഇനി തലോടി പറഞ്ഞ കാര്യം ഞാൻ മറന്നുപോയി. പിന്നെ ഇനി ഈ ഹമാസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഈ തകർന്നു തന്നെ പോകും. നേരത്തെ രാജ പറഞ്ഞു ഇലോൺ മസ്ക് പറഞ്ഞു. ഇലോൺ മസ്ക് ആരാ? അമേരിക്കൻ പ്രസിഡന്റ് ഒന്നുമല്ലല്ലോ. ഇലോൺ മസ്ക് ഒന്നുമല്ല. തലോടി ഉണ്ടായിരിക്കും. ഇലോൺ മസ്ക് അമേരിക്കൻ പ്രസിഡന്റ് ഒന്നുമല്ല. ഇലോൺ മസ്ക് പറഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പൊ ഇതാ തകർന്നു പോകുന്നു. ഹമാസ് ഇസ്രായേലിന് ഒരു ചുക്ക് സംഭവിക്കില്ല. 1948 ഇസ്രായേലിന് സ്വാതന്ത്ര്യം കിട്ടിയതാണ്. ഇത്രയും വർഷമായി. ഇത്രയും വളരെ നന്നായി സ്നേഹിക്കും. പണിങ്ങാളി ഞാൻ ഈ ജിഹാദി താഴെ ആ ജിഹാദിനെ ഒന്ന് പിടിച്ച് താഴെ ഇടും സുപ്രഭാതം. അവന്റെ സ്വഭാവം കാണിക്കുന്നുണ്ട്. ഞാൻ താഴെട്ടുണ്ട്, പക്ഷെ മോഡറേറ്റർ ആക്കി പോയി പെട്ടെന്ന്. ഓക്കെ, പ്രശ്നമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്നേഹിച്ച വളരെ സ്നേഹിക്കും. തെറ്റാ മഹാ അലമ്പാന്നുള്ള ഞാൻ ആദ്യം പറഞ്ഞിട്ട് തലോടിയ ഇവിടുന്ന് ഒരു ചർച്ച അലമ്പ. അതാ ഞാൻ പറഞ്ഞു തീർക്കാം സുപ്രഭാതം. ഇപ്പൊ തന്നെ പറഞ്ഞു. ഒരു മിനിറ്റ് മതി. ട്വിറ്ററിന്റെ നേതാവിനെ അല്ല ട്വിറ്ററിന്റെ നേതാവിനെ ബെഞ്ചമിൻ നെതന്യാഹു വിളിച്ചിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന വീഡിയോ കണ്ടായിരുന്നോ? ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ പാവങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വീഡിയോ കണ്ടായിരുന്നോ? രാജാ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഒരു മിനിറ്റും കൂടെ മതി. കഴിഞ്ഞ് രാജാ പറഞ്ഞു. അതായത് ട്വിറ്ററിന്റെ മേധാവി പറഞ്ഞു പറഞ്ഞോണ്ട് എനിക്ക് ചിരി വന്ന. ട്വിറ്ററിന്റെ മേധാവി ആരാണ്? അമേരിക്കൻ പ്രസിഡന്റ് ആണോ എന്ന് ഞാൻ ചോദിച്ചത്. ഇനി പറയാം. ഇസ്രയേല് 1948 രൂപം കൊണ്ടുവരാം. 1948 രൂപം കൊണ്ടുവരും. പിറ്റേന്ന് തുടങ്ങി അവിടെ യുദ്ധം ആരംഭിച്ചാണ്. രാജായും തലോടി ആലോചിക്കണം. 48 രൂപം കൊണ്ട് ഇസ്രയേലിന് ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല അവർ യുദ്ധം 48 തന്നെ തുടങ്ങി. 48 തന്നെ ചുറ്റിനും കടന്ന് ഈജിപ്തിന്റെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് യുദ്ധം. ആ യുദ്ധമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അവരുടെ രോമത്തിൽ തൊടാൻ പറ്റുമോ? ഈ യുദ്ധം ചെയ്ത രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഓർക്കണം. ഇസ്രയേലിനോട് യുദ്ധം ചെയ്ത സിറിയ ചെയ്തു, ജോർദാൻ ചെയ്തു, ഇറാഖ് ചെയ്തു, ഇറാൻ ചെയ്തു, സൗദി അറേബ്യ ചെയ്തു, പിന്നെ ഈ പാലസ്തീൻ ചെയ്തു. ഇവരൊക്കെ ചെയ്തു. ആ രാജ്യങ്ങളുടെ ഒക്കെ അവസ്ഥ എന്താണ്? സിറിയ തകർന്ന് തരിപ്പണമായി. ഇന്ന് സിറിയയുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. ജോർദാൻ നമ്മൾ കേൾക്കുന്നുണ്ടോ? ജോർദാൻ എന്ന് പറയുന്ന ഒരു രാജ്യം എന്താ ഒരിടത്ത് കിടക്കുന്നു ഒന്നുള്ളൂ. അല്ല ആ രാജ്യം വല്ല പുരോഗതി പ്രാപിച്ചിട്ടുണ്ടോ? പിന്നെ സൗദി അറേബ്യ കുറച്ച് എണ്ണപ്പണം കൊണ്ട് നിൽക്കുന്നു എന്നല്ല ആ രാജ്യത്തിന് വേറെ വല്ല മെച്ചമുണ്ടോ? പിന്നെ അതിന്റെ ചുറ്റും ലെബനോൻ, ലിബിയ, ഇറാഖിന്റെ ഒക്കെ അവസ്ഥ അറിയാമല്ലോ. എല്ലാ രാജ്യവും തകർന്ന് തരിപ്പണമായി. പാലസ്തീന്റെ അവസ്ഥയും നമുക്ക് തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. പക്ഷെ ഇസ്രയേൽ എന്തായി? ഇന്നും ആളോഹരി വരുമാനത്തിൽ ലോകത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇസ്രയേലാണ്. ഇന്നും കണ്ടുപിടുത്തങ്ങളിൽ ലോകത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇസ്രയേലാണ്. ഇന്നും മെഡിക്കൽ രംഗത്ത് ലോകത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇസ്രയേലാണ്. മനസ്സിലായോ? ഇസ്രയേലിന്റെ അത്ര ശക്തമോടെ ഇന്നും 4ാമത്തെ വൻ ശക്തിയാണ്. 4ാമത്തെ ആറ്റമിക് പവറായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേല്. പക്ഷേ ഈ യുദ്ധം ചെയ്ത ജിഹാദി രാജ്യങ്ങളുടെ ഒക്കെ അവസ്ഥ എന്തായി? ജിഹാദി രാജ്യങ്ങൾ ഇന്നുണ്ടോ? നിങ്ങൾ ഓരോരോ രാജ്യങ്ങൾ എടുത്ത് ഒരൊറ്റ ഇസ്രയേലിനോട് യുദ്ധം ചെയ്ത ഏതെങ്കിലും ഒരു ജിഹാദി രാജ്യം, ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യം ഇന്ന് ലോകത്ത് അമേരിക്ക, ഇന്ത്യ, ചൈന, ഇസ്രയേൽ, ഫ്രാൻസ്, ബ്രിട്ടൻ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ആ എണ്ണത്തിൽ വരുന്നുണ്ടോ? ആ എണ്ണത്തിൽ വരുന്നുണ്ടോ? ഒറ്റ മുസ്ലിം രാജ്യം വരുന്നുണ്ട്? ഇല്ല. എന്തുകൊണ്ടാ? ഈ ഇസ്രയേലിനോട് യുദ്ധം ചെയ്ത് തന്നെ തകർന്നു പോയതാ. ഈ ഇസ്രയേലിനോട് യുദ്ധം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ മുസ്ലിം രാജ്യങ്ങൾ ഈ അവസ്ഥയിലേക്ക് വന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇസ്രയേലിനോട് യുദ്ധം ചെയ്ത് ഒരു രാജ്യവും ഇന്ന് ഭൂമിയിൽ പുരോഗതി പ്രാപിച്ചിട്ടില്ല. തകർന്ന് തരിപ്പണമായി. കാരണം അവരുടെ ശക്തിയാണെന്ന്. അത് ജൂതന്റെ ശക്തിയാണെന്ന്. ജൂതന്റെ തലയാണ്. അത് അംഗീകരിക്കാനുള്ള മനസ്ഥിതി ഈ കമ്മ്യൂണിസ്റ്റുകാർക്കും ജിഹാദികൾക്കും ഇല്ലാതെ പോയത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്. അവരെ 2 പ്രത്യയശാസ്ത്രങ്ങളെ തലയിൽ ചുമന്നുകൊണ്ട് കിടക്കണം. ആ പ്രത്യയശാസ്ത്രം പറയുന്നതിന് അപ്പുറത്തേക്കില്ല. ആ പ്രത്യയശാസ്ത്രത്തിന് കൊണ്ടേ പണയം വെച്ചു. തലച്ചോറ് കൊണ്ടേ പണയം വെച്ചുകൊണ്ട് പറ്റിപ്പോയതാണ് ജിഹാദികൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും. കമ്മ്യൂണിസ്റ്റും ഇന്നില്ല ലോകത്ത്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും ഇല്ലാതായി. ജിഹാദി രാജ്യങ്ങളും തകർന്ന് തരിപ്പണമായി. ഇസ്രയേൽ ഇന്നും നെഞ്ചു വിരിച്ചു നിൽക്കുന്നു. നെഞ്ചു വിരിച്ച് തന്നെയാണ് ഇസ്രയേൽ നിൽക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ഞാൻ നിർത്തി.